തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും സർജന്റെയും ചികിത്സാ പിഴവ് മൂലം കാലിലുണ്ടായ മുറിവിനുള്ളിൽ ലോഹകഷ്ണവുമായി യുവാവ് നടന്നത് 2 ആഴ്ച. ഇതിനു പുറമെ മുറിവിൽ പഴുപ്പ് ബാധിച്ച് കാല് നിലത്തുവയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിലുമായി. ഒടുക്കം ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കണ്ടെത്തിയതാകട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും. മാർച്ച് 29-ന് ജോലി സ്ഥലത്ത് വെച്ചാണ് മുഹമ്മദ് ഹാജിയുടെ കാലിൽ ഗ്രൈൻഡർ തട്ടി മുറിവുണ്ടായത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു. ആഴത്തിലുള്ള മുറിവായതിനാൽ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് മുറിവിൽ തുന്നലിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആശുപത്രിയിൽ വന്ന് മുറിവിൽ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് ഏപ്രിൽ 1-നെത്തി. എന്നാൽ പഴുപ്പ് കുറയാത്തതിനാൽ 2-ാം തീയതി പിന്നെയും എത്തി ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞു. ഡോക്ടറാകട്ടെ സർജന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. പരിശോധന നടത്തി സർജൻ തുടർന്നുള്ള എല്ലാ ദിവസവും മുറിവിൽ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യാൻ നിർദ്ദേശിച്ചു. സർജന്റെ നിർദ്ദേശപ്രകാരം പിന്നീടുള്ള ദിവസങ്ങളിൽ ജില്ലാ ആശുപത്രിയിലെത്തി മരുന്ന് വെച്ചെങ്കിലും പഴുപ്പ് കുറയുന്നുണ്ടായിരുന്നില്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 8-ാം തീയതി തുന്നൽ നീക്കാൻ സർജൻ നിർദ്ദേശിച്ചു. ഇതിനുശേഷവും മാറ്റമുണ്ടായില്ല. ഈ സമയമൊക്കെയും ആശുപത്രിയിൽ നിന്ന് നൽകിയ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീടും പഴുപ്പും വേദനയും കുറയുകയോ കാൽ നിലത്തു കുത്താനോ പറ്റാത്ത സ്ഥിതി തുടർന്നു. ഇതോടെ കഴിഞ്ഞ ദിവസം രാവിലെ ഇടവെട്ടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കണ്ടു. ഇവിടുത്തെ ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കാലിലെ മുറിവിനുള്ളിൽ അപകടത്തിനിടയാക്കിയ ഗ്രൈൻഡറിന്റെ ഒരു ലോഹകഷ്ണം കണ്ടെത്തുകയായിരുന്നു. ഇത് നീക്കം ചെയ്ത് പുതുതായി മരുന്ന് വെച്ചപ്പോഴാണ് അല്പം ആശ്വാസമായതെന്ന് മുഹമ്മദ് ഹാജ പറഞ്ഞു. സംഭവത്തിൽ ഇത്രനാളും ചികിത്സിച്ച ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കും സർജനും ഡ്രസ്സിംഗ് നടത്തിയ നഴ്സുമാർക്കുമെതിരെ ആശുപത്രി സൂപ്രണ്ടിന് രേഖാമൂലം കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് ഹാജ പരാതി നൽകി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം.